ഗായ്സ് നല്ല പുറത്ത് നല്ല മഴ അല്ലേ? പഴം ആ ആ ആ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 വലിയ പഴമാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം പാകമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററാക്കി കീറുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ മുറിക്കാനൊരു ഡൗട്ടായി, 3 പീസാക്കണം. ഞാൻ ചേട്ടൻ്റെ ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ. ചേട്ടനോട് പറഞ്ഞു 3 പീസാക്കി ഒരു പകുതി 3 പീസാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാതും പഴംപൊരിയുടെ ആ ഒരു വലുപ്പത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് കേട്ടോ ഗൈസ്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കാനായിട്ട്. ദേ ഗൈസ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് ഓയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ല പോലെ എന്താ പറയുക തിളച്ച് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പഴം ഒരു ട്രിപ്പ് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 എണ്ണമൊക്കെയാണ് ഇടാൻ പറ്റുക. അതിൽ ചൂടായോ നോക്കിയാൽ നമ്മളിതേ ഒരു തെരി മാവ് ഒരു തുള്ളി കൈ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മുടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം മുക്കി ഇതിലോട്ട് ഇങ്ങനെ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 3 പഴംപൊരിയാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് മറിച്ചിടാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ 3 ഒട്ടി പിടിച്ചിങ്ങനെ കിടക്കും. അതുകൊണ്ട് എപ്പോഴും മറിച്ചിടാൻ നോക്കുക. അപ്പോൾ അതേ പിന്നെ നമ്മൾ ഇട്ടു ഒരു 5 എണ്ണമൊക്കെ ഇട്ടു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സൈഡിലത്തെ ഒക്കെ മുകളിലത്തെയൊക്കെ നമുക്ക് പെട്ടെന്ന് മറച്ചിടാനായിട്ട് പറ്റി. പിന്നെ 4 എണ്ണം ഇതേ ഇങ്ങനെ ഒരു വരി പോലെ അത് ഒട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ 3 എണ്ണത്തിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് മറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദേ ഗൈസ്, നമ്മുടെ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പഴംപൊരിയൊക്കെ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ട്രിപ്പും ഇതുപോലെ കോരി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സാധനം ഗൈസ്. ഇതാണ് നമ്മുടെ പഴംപൊരി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക എല്ലാവരും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.